യുദ്ധത്തിൽ ചൂഷണമുണ്ടോ? യുദ്ധം ഒരു ചൂഷണ ഉപാധിയല്ലേ എന്നുള്ളതാണ്. കാരണം ഈ ധർമ്മത്തിന് വേണ്ടിയാണെങ്കിലും അധർമ്മത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നിലവിലുള്ള വ്യവസ്ഥിതി അല്ലെ ഭരണവ്യവസ്ഥ, ആ വ്യവസ്ഥ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗവും അത് തച്ച് തകർത്ത് മറ്റൊരു വ്യവസ്ഥിതി, ആ വ്യവസ്ഥിതി ഒരുപക്ഷെ നിലവിലുള്ള വ്യവസ്ഥിതിയേക്കാൾ ശ്രേഷ്ഠമായിരിക്കാം, ആ വ്യവസ്ഥിതിക്ക് വേണ്ടിയും ജനങ്ങളെ അല്ലെങ്കിൽ സൈനികരെ അണിനിരത്തി നടത്തുന്ന ഒരു വലിയ ചൂഷണമല്ലേ യുദ്ധം എന്നുള്ളതാണ് ചോദ്യം. ധർമ്മത്തിന് വേണ്ടിയാണെങ്കിൽ ചൂഷണമാകില്ല. ധർമ്മം എന്ന് പറഞ്ഞാൽ ധാരണമാണ്, ലോകത്തെ നിലനിർത്തലാണ്. ഇപ്പോൾ കൊതുക് കുത്താമെന്നിരിക്കുമ്പോൾ അറിയാതെ തന്നെ ആ കൊതുകിനെ അടിച്ചു പോകും. കൊതുകിനെ കൊള്ളണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, കൊതുകൊരു ജീവിയാണ്. അത് നമ്മെ സംരക്ഷിക്കാനുള്ള നമ്മുടെ പ്രകൃതി സഹജമായ വാസനയിൽ നിന്നുണ്ടാകുന്നു. ഇതിൽ നിന്നാണ് ഈ പ്രതിരോധം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രതിരോധത്തിന് വേണ്ടി യുദ്ധം വരുമ്പോൾ അതിൽ ചൂഷണമുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല. അല്ലെങ്കിൽ നമ്മളെ അടിച്ചു കൊന്നിട്ട് അവരങ്ങ് പോവും. താടക അലറിക്കൊണ്ട് വന്നപ്പോൾ സ്ത്രീകളെ കൊല്ലാൻ പാടില്ല എന്നുണ്ട്, സ്മൃതികളിലുണ്ട്, നിയമമുണ്ട്, സ്ത്രീകളെ കൊല്ലരുതെന്ന്. അപ്പോൾ ശബ്ദം കേട്ടപ്പോൾ വിശ്വാമിത്രൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്താ വരുന്നതാണ് താടക എന്ന രാക്ഷസി. പണ്ടിവിടെ വലിയ ഒരു ഗ്രാമമായിരുന്നു. ഇവിടുത്തെ ആളുകളൊക്കെ ഇവിടെ വന്ന് പിടിച്ചു നിന്ന് തുടങ്ങിയപ്പോഴാണ്, ജനസ്ഥാനം എന്നാണ് അതിൻ്റെ പേര്, ഈ ജനസ്ഥാനത്ത് വന്ന് ഇവിടുത്തെ ആളുകളെ ഇവൾ പിടിച്ചു തിന്നാൻ തുടങ്ങിയപ്പോഴാണ് ആളുകളെല്ലാം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയത്. അപ്പോൾ താടകയെ ഒരു വലിയ എന്തെങ്കിലും ഒരു കെമിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിട്ട് വിചാരിച്ചാലും മതി ഇപ്പോൾ താടക എന്നുള്ളതിനെ. അങ്ങനെയും വാൽമീകി ഉദ്ദേശിച്ചു കൂടായൊന്നുമില്ല. അവരുടെ ഭാവനയ്ക്ക് അതിരില്ലാത്തത് കൊണ്ട് അങ്ങനത്തെ ഉദ്ദേശവും വരാം. ജനങ്ങൾക്കെതിരായി വരുന്ന ഏത് പ്രസ്ഥാനവും എന്തായിരിക്കും? താടകയായിരിക്കും. അതായത് താടകയുടെ നടപടിക്രമമായിരിക്കും ജനങ്ങൾക്കെതിരായിട്ട് വരുന്ന സ്ഥാപനങ്ങളെല്ലാം ചെയ്യുന്നത്. അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഒരു സംശയം രാമന്, അല്ല സ്ത്രീകളെ കൊല്ലാമോ? വേണ്ട, കൊല്ലണ്ട, അവിടെ ഒന്നിനെ പിടിച്ച് നിന്നോളും. അപ്പോൾ കാര്യം പിടികിട്ടി ശ്രീരാമന്. പിന്നെ താമസമൊന്നും ഉണ്ടായില്ല, അമ്പ ചെയ്ത് കൊന്നു. ഇവിടെ എന്ത് ചൂഷണമാണുള്ളത്? ഇവിടെ ചൂഷണമൊന്നുമില്ല. അപ്പോൾ ധർമ്മം എന്ന് വെച്ചാൽ ധാരണം ചെയ്യലാണ്, സന്ധാരണം ചെയ്യലാണ്. ഒരു ആന്തരികമായ ഒരു നീതി പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു വക്കീൽ എന്നോട് പറഞ്ഞു, ഒരു കേസിൽ ശരിക്കും പ്രതിയായിരുന്നു, പക്ഷേ വാദത്തിൻ്റെ ആർഗ്യുമെൻറ്റിൻ്റെ ശക്തി കൊണ്ട് ആ കേസിൻ്റെ പ്രതിസ്ഥാനത്തിൽ നിന്ന് അയാൾ ഒഴിവാകുകയും അയാൾ ശിക്ഷയിൽ നിന്ന് മോചനം നേടുകയും ചെയ്തു. പക്ഷേ അയാൾ ചെയ്യാത്ത ഒരു കള്ളക്കേസിൽ പെട്ടിട്ട് അയാളെ ശിക്ഷിച്ച് ജയിലിലിട്ടു. അയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അപ്പോൾ പടച്ചോൻ ശിക്ഷ കൊടുക്കേണ്ടത് അവന് കൊടുക്കുക തന്നെ ചെയ്തു എന്നാണ്. ഈ പടച്ചോൻ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, പക്ഷേ പ്രപഞ്ചത്തിൻ്റെ ജീവിതത്തിന് സർവ്വജീവികളും ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഒരു നിവാസ വ്യവസ്ഥയുണ്ട്. അതിനാണിപ്പോൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഈ എക്കോസിസ്റ്റം എന്നതൊന്നും ഭാരതത്തിന് പുതുമയുള്ള കാര്യങ്ങളല്ല.